ആ സമയം രാമൻ ലക്ഷ്മണനോട് ഈ ആഭരണങ്ങൾ തിരിച്ചറിയുമോ എന്ന് ചോദിക്കുന്നു. മറ്റു ആഭരണങ്ങൾ എനിക്ക് തിരിച്ചറിയുവാൻ കഴിയില്ലെങ്കിലും സീതയുടെ പാദങ്ങളിൽ ധരിച്ചിരുന്നവ തീർച്ചയായും തിരിച്ചറിയുവാൻ കഴിയുമെന്ന് ലക്ഷ്മണൻ പറഞ്ഞു. എങ്ങനെ തിരിച്ചറിയുവാനാവുമെന്ന് ചോദിച്ചപ്പോൾ നിത്യേന അവരുടെ പാദങ്ങളിൽ വന്ദിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ അതുമായി നല്ല പരിചയമുണ്ട്. ലക്ഷ്മണൻ തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ സ്വന്തം അമ്മയെപ്പോലെ കരുതി അവരുടെ കാൽക്കൽ മാത്രം നോക്കി. അദ്ദേഹം സീതയുടെ മുഖത്തേക്ക് നോക്കിയിട്ടേയില്ല. തൻ്റെ മുന്നിൽ മറ്റേതെങ്കിലും സ്ത്രീ വരുന്നത് ബോധ്യപ്പെട്ടാൽ ലക്ഷ്മണൻ എപ്പോഴും തല താഴ്ത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷ്മണൻ മാതൃകാപരമായ സ്വഭാവത്തിനുടമയാണ്. പ്രിയരെ, നമസ്കാരം. ഒരാൾക്ക് ഈ ലോകത്ത് ഒരു മൃഗത്തെ പോലെ ജീവിക്കണമെങ്കിൽ തൻ്റെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കണമെന്ന് പഠിക്കേണ്ടതില്ല. എന്നാൽ മനുഷ്യനെ പോലെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ മനുഷ്യൻ ശരിയായ വഴിക്ക് പോകുന്നതിന് വിവേചന ശക്തിയും ശരിയും തെറ്റും അറിയുവാനുള്ള കഴിവെന്ന വിവേക കടിഞ്ഞാൺ ഉപയോഗിച്ച് സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. കന്നുകാലികൾ, പക്ഷികൾ തുടങ്ങിയ മൃഗാദികൾക്ക് ജന്മനാൽ ലഭിക്കുന്ന ഗുണങ്ങളെ മാറ്റുവാൻ കഴിയില്ല. ഉദാഹരണത്തിന് കടുവ ഒരു ക്രൂര മൃഗമായി പിറവികൊള്ളുന്നു, ക്രൂര മൃഗമായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വളർത്തു മൃഗമായ മാർജാരൻ മൂഷികനെ കെണിയിൽ വീഴ്ത്തുവാനും അവയെ കൊല്ലുവാനുള്ള കഴിവുകളോടുകൂടിയുമാണ് ജനിക്കുന്നത്. തൽഗുണത്തോടെ തന്നെയാണത് ആജീവനാന്തം ജീവിക്കുന്നതും. എത്ര പരിശ്രമിച്ചാലും അവയുടെ ക്രൂരമായ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയില്ല. ഒരു മേശയിൽ പിടിച്ചിരുത്തി പാലും തൈരും സാത്വിക ഭക്ഷണവും നൽകി പൂച്ചയെ പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ആ സന്ദർഭത്തിൽ ഒരു എലിയെ കണ്ടാലത് തൻ്റെ സ്വരൂപം പുറത്തെടുക്കും. അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും ക്രൂരമായ ഗുണങ്ങളോടെ ജനിച്ച ഒരു മൃഗത്തിനെ മാറ്റാൻ കഴിയില്ലെങ്കിലും മനുഷ്യൻ്റെ കാര്യം അങ്ങനെയല്ല. മനുഷ്യൻ ക്രൂര ഗുണങ്ങളോടെ ജനിച്ചേക്കാം. എന്നാൽ അത്തരമൊരു വ്യക്തി നല്ല ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെ, നല്ല ആളുകളുമായി നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ഗുണങ്ങൾ മാറ്റാൻ കഴിയും. ജന്മന മോശമായ ഗുണങ്ങൾ മനുഷ്യനിൽ നിക്ഷിപ്തമായാലും നല്ല വ്യക്തിത്വങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ അത്തരം മോശം ഗുണങ്ങളിൽ നിന്ന് മുക്തി നേടുവാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ ഭാഗ്യവശാൽ ജന്മന നല്ല ഗുണങ്ങളുള്ള വ്യക്തിയാണ് രാമായണത്തിലെ ലക്ഷ്മണൻ. അദ്ദേഹം തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും കൂടുതൽ പരമോന്നതമായ ഗുണങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. നല്ല പെരുമാറ്റത്തിനും നല്ല ചിന്തകൾക്കും ഉടമ, രാമൻ്റെ ആജ്ഞകൾ അനുസരിക്കാൻ സദാ സന്നദ്ധൻ, സുമിത്രയുടെ മകൻ. ജനനം മുതൽ കുട്ടിക്കാലത്ത് പോലും രാമനിൽ നിന്നുള്ള വേർപാട് അദ്ദേഹം അനുഭവിച്ചിട്ടില്ല. ലക്ഷ്മണൻ ജനിച്ച് ആദ്യത്തെ 2 ദിവസങ്ങളിൽ മുലപ്പാൽ പോലും എടുക്കാതെ രാമനെ ഓർത്ത് കരയുകയായിരുന്നു. ലക്ഷ്മണന്റെ ഈ നിരന്തരമായുള്ള കരച്ചിലിന്റെ കാരണം എന്താണെന്നറിയാൻ അമ്മയായ സുമിത്രയും പിതാവ് ദശരഥനും ആഗ്രഹിച്ചു. മാതാപിതാക്കൾ അവന് പലതരം വൈദ്യസഹായം നൽകി. അവർ പല തന്ത്രങ്ങളും മന്ത്രങ്ങളും യന്ത്രങ്ങളും പരീക്ഷിച്ചു. എന്തു തന്നെ ചെയ്തിട്ടും ലക്ഷ്മണന്റെ കരച്ചിലിന് മാത്രം ഒരു കുറവുമില്ല. ഈ വാർത്ത കുലഗുരുവായ വസിഷ്ഠനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ഒരു നിമിഷം ധ്യാനനിരതനായിക്കൊണ്ട് തന്റെ ദിവ്യദർശനത്താൽ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഈ അവസ്ഥയ്ക്ക് കാരണം രാമന്റെയും ലക്ഷ്മണന്റെയും ശാരീരിക വേർപിരിയലാണെന്ന് ദർശിച്ച അദ്ദേഹം ഇരുവരെയും ഒരേ തൊട്ടിലിൽ കിടത്തുവാൻ ഉപദേശിച്ചു. അങ്ങനെ സുമിത്ര കൗസല്യയുടെ മാളികയിൽ കൊണ്ടുപോയി രാമൻ ഉറങ്ങിക്കിടന്നിരുന്ന അതേ തൊട്ടിലിൽ കിടത്തിയപ്പോൾ ലക്ഷ്മണൻ കരച്ചിൽ നിർത്തുക മാത്രമല്ല ഭക്ഷണം എടുക്കുവാനും തുടങ്ങി. രാമനുമൊത്തുള്ള സഹവാസം ആസ്വദിക്കുകയും ചെയ്തു. ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം രാമനിൽ നിന്നുള്ള വേർപാട് ദുരിതപൂർണവും ആയാസകരവുമാണ്. എന്നാൽ ആ സംഗമമോ പരമാനന്ദവുമായിരുന്നു. അന്നു മുതൽ ലക്ഷ്മണൻ രാമന്റെ നിഴലെന്ന പോലെ അദ്ദേഹത്തെ അനുഗമിച്ചു. രാമന്റെ സാമീപ്യമില്ലായിരുന്നപ്പോൾ ലക്ഷ്മണന് ഒരു നിമിഷം പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാമൻ ഇല്ലെങ്കിൽ ലക്ഷ്മണൻ ഭക്ഷണം കഴിക്കില്ല. എവിടെ പോയാലും രാമന്റെ നിഴലെന്ന പോലെ അദ്ദേഹത്തെ അനുഗമിച്ചു കൊണ്ടിരിക്കും. രാമനോടുള്ള ലക്ഷ്മണന്റെ ഭക്തി അതിതീവ്രമാണ്. തന്നിലുള്ളതെല്ലാം യാഥാർത്ഥ്യത്തിൽ രാമനുള്ളതാണെന്ന തോന്നൽ അദ്ദേഹം ഹൃദയത്തിൽ നിറച്ചു. രാമനെ നാട്ടിൽ നിന്ന് കാട് കടത്തുവാൻ വേണ്ടി കൈകേയി 2 വരം ചോദിച്ചു. ആദ്യത്തേത് തൻ്റെ മകൻ ഭരതനെ രാജാവാക്കണം. രണ്ടാമത്തേത് രാമൻ കാട്ടിൽ പോയി 14 വർഷം അവിടെ സന്യാസ ജീവിതം നയിക്കണം. കൈകേയിയുടെ ഈ 2 ആഗ്രഹങ്ങളിലും ലക്ഷ്മണന് യാതൊരു സ്ഥാനവുമില്ലായിരുന്നു. എന്നാൽ രാമൻ യാത്രയ്ക്ക് തയ്യാറെടുത്തപ്പോൾ ലക്ഷ്മണനും രാമനെ അനുഗമിച്ചു. അദ്ദേഹം അതേ രീതിയിൽ മരവുരി കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു. 14 വർഷവും വനത്തിൽ കിടന്ന് ലക്ഷ്മണൻ രാമനുമായി ഒന്നിക്കുന്നത് പോലെ സ്വയം പ്രവർത്തിക്കുന്നു. രാമനെയും സീതയെയും പരിചരിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനുമായി അദ്ദേഹം തൻ്റെ മുഴുവൻ ഊർജവും സമയവും ചെലവഴിച്ചു. സത്യത്തിൽ ലക്ഷ്മണൻ ഇല്ലായിരുന്നുവെങ്കിൽ രാമനും സീതയും എങ്ങനെ ആ സന്ദർഭം ചെലവഴിക്കുമായിരുന്നു എന്നത് പ്രസക്തമാണ്. ലക്ഷ്മണന്റെ ഈ പ്രധാന വേഷം തുളസീദാസ് തൻ്റെ രാമായണ വിവരണത്തിൽ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്.
രാമൻ തന്റെ വിജയ പതാകയുമായി അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ അയോധ്യയിലെ ജനങ്ങൾ പതാകയെയും പതാക പാർന്ന ദണ്ഡിനെയും ആദരവപൂർവ്വം വന്ദിക്കുന്നതായി തുളസീദാസ് വർണ്ണിക്കുന്നു. തുളസീദാസിന്റെ ഈ വിവരണത്തിന് കാര്യമായ ആന്തരിക അർത്ഥമുണ്ട്. ഇവിടെ പ്രതിപാദിച്ച ധ്രുവം ലക്ഷ്മണനെ സൂചിപ്പിക്കുന്നു. ധ്രുവം ഇല്ലാത്ത പക്ഷം പതാകയ്ക്ക് ഒട്ടും പറക്കാൻ കഴിയില്ല. അങ്ങനെ ലക്ഷ്മണൻ രാമനും സീതയ്ക്കും ഉറച്ച പിന്തുണയായി നിലകൊണ്ടിരുന്നു. ഈ രാമായണ കഥയിൽ മനുഷ്യരൂപത്തിലുള്ള ഭഗവാൻ രാമനായി വേഷമിടുമ്പോൾ ലക്ഷ്മണനും വളരെ സുപ്രധാനമായൊരു വേഷമുണ്ട്. ലക്ഷ്മണന്റെ ജീവിതം മുഴുവനായി രാമന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനായി സമർപ്പിച്ചു. എന്നാൽ പോലും 2 സന്ദർഭങ്ങളിൽ താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലായിട്ടും ലക്ഷ്മണന് രാമന്റെ ആജ്ഞകൾ അനുസരിക്കേണ്ടി വന്നു. മാരീചൻ മാനിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതും മാരീചനെ രാമൻ പിന്തുടരുമ്പോൾ ലക്ഷ്മണന്റെ സഹായം അഭ്യർത്ഥിക്കുകയും രാമൻ സീതയെ വിളിക്കുകയും ചെയ്യുന്ന മാരീചന്റെ ശബ്ദം അവർ കേട്ടതാണ് ആദ്യത്തെ സംഭവം. ഈ അവസരത്തിൽ രാമൻ നൽകിയ ഉത്തരവുകൾ എന്തായിരുന്നു? ലക്ഷ്മണൻ സീതയെ സംരക്ഷിക്കുക എന്നതായിരുന്നു. ആ അവസരത്തിൽ സീത വളരെ പരുഷമായ വാക്കുകൾ പറയുകയും ലക്ഷ്മണൻ പോയില്ലെങ്കിൽ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ സീതയുടെ പരുഷമായ വാക്കുകൾ കേട്ട ലക്ഷ്മണൻ സീതയെ ഉപേക്ഷിച്ച് പോയില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അരുതാത്തത് സംഭവിക്കുമെന്ന് വിലയിരുത്തി. സീത സ്വയം ഉപദ്രവിക്കാതിരിക്കാൻ അദ്ദേഹം ആദ്യമായി രാമന്റെ ആജ്ഞ ലംഘിച്ചു. അവരുടെ ജീവിതം മുന്നേറുന്ന ഘട്ടത്തിൽ കുടുംബജീവിതത്തിലായിരുന്നപ്പോൾ വിഷമകരമായൊരു സാഹചര്യം ഉടലെടുത്തു. സീതയെ വനത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അദ്ദേഹം അത് ചെയ്യുവാൻ ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ടും സീതയെ കാട്ടിലേക്ക് കൊണ്ടുപോയി. രാമന്റെ കൽപ്പന അനുസരിക്കുക എന്നതിൻ്റെ ഭാഗമായാണ് ലക്ഷ്മണൻ അത് ചെയ്തത്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അഗ്നിയിൽ ചാടാൻ തയ്യാറെടുക്കുമ്പോൾ ലക്ഷ്മണനോട് അഗ്നി ഒരുക്കാൻ ആവശ്യപ്പെട്ടു. ആ പ്രവൃത്തി ചെയ്യുവാനോ അനുകൂലിക്കുവാനോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും രാമന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പരീക്ഷണത്തിനുള്ള വിറകുകൾ തയ്യാറാക്കി. ഏത് പ്രയാസകരമായ സാഹചര്യമുണ്ടായാലും അദ്ദേഹം എപ്പോഴും രാമന്റെ ആജ്ഞകൾ പാലിക്കുന്നു. രാമന്റെ കൽപ്പനകൾ വിസ്മരിക്കേണ്ടി വന്ന മറ്റൊരു സന്ദർഭം രാമന്റെ മർത്യജീവിതത്തിന്റെ അവസാനത്തോടുകൂടിയായിരുന്നു. കാലദേവനായ രുദ്രൻ രാമനെ സന്ദർശിക്കുവാനെത്തി. അവർ തമ്മിലുള്ള സംഭാഷണം ആരംഭിക്കും മുൻപ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റാരും അറയിലേക്ക് പ്രവേശിക്കരുതെന്ന് നിർദ്ദേശിച്ചു. അതിനാൽ രാമൻ ലക്ഷ്മണനെ വിളിച്ച് പ്രവേശന കവാടത്തിൽ കാവൽ നിൽക്കുവാനും ആരും തങ്ങളെ ശല്യപ്പെടുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്നും ആജ്ഞാപിക്കുന്നു. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും ലക്ഷ്മണന് മാത്രമേ ഫലപ്രദമായി ചെയ്യാൻ കഴിയൂ എന്നും രാമൻ തിരിച്ചറിഞ്ഞു. ആ സമയം അങ്ങനെ കാവൽ നിൽക്കുമ്പോൾ ക്ഷിപ്രകോപി ദുർവാസാവ് ആഗതനായി രാമനെ സന്ദർശിക്കുവാൻ ആഗ്രഹിച്ചു. സന്ദർശകരെ അനുവദിക്കരുതെന്ന കൽപ്പനയുള്ളതിനാൽ വളരെ വിനയാന്വിതനായി ലക്ഷ്മണൻ അദ്ദേഹത്തെ ഇപ്രകാരം അറിയിക്കുന്നു. അദ്ദേഹം മറ്റൊരാളുമായി സംഭാഷണത്തിലായതിനാൽ കുറച്ചുനേരം കാത്തിരിക്കണം. തന്റെ അപ്രമാദിത്വത്തെ അവഗണിച്ചപ്പോൾ ദുർവാസാവ് കുപിതനാവുകയും രാമനെയും ലക്ഷ്മണനെയും അയോധ്യ നഗരത്തെയും മുഴുവൻ നിമിഷനേരം കൊണ്ട് നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ ദുർവാസാവിന്റെ കോപത്തെ വിളിച്ചു വരുത്തി സർവനാശം സൃഷ്ടിക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തെ അറയിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണെന്ന് വിചാരിച്ചു. ഈ രീതിയിൽ ലക്ഷ്മണൻ തന്റെ ജീവിതകാലം മുഴുവൻ രാമന്റെ സേവനത്തിനായി ചെലവഴിച്ചു. അപൂർവമായി മാത്രം രാമന്റെ കൽപ്പനകൾ നിരാകരിച്ചതെല്ലാം സ്വനിക്ഷിപ്ത താൽപ്പര്യങ്ങൾക്കല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. അദ്ദേഹം അനുവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും മറ്റുള്ളവരുടെ നന്മകൾക്ക് വേണ്ടിയായിരുന്നു. രാവണനെതിരെയുള്ള യുദ്ധത്തിൽ ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിലുള്ള പോരാട്ടം 3 ദിവസം മുഴുവൻ നീണ്ടുനിന്നു. ഒടുവിൽ ഇന്ദ്രജിത്ത് ലക്ഷ്മണനാൽ കൊല്ലപ്പെട്ടു. രാമൻ വന്ന് ലക്ഷ്മണനെ ആലിംഗനം ചെയ്ത് സീതയെ കണ്ടെത്തിയപ്പോൾ താൻ അനുഭവിച്ചതുപോലെ ഈ ഘട്ടത്തിലും സന്തോഷിച്ചുവെന്ന് വെളിപ്പെടുത്തുന്നു. മുഴുവൻ യുദ്ധത്തിൽ പ്രധാന പ്രതിയോഗി ഇന്ദ്രജിത്തായിരുന്നു. സത്യത്തിൽ രാവണനെ വധിക്കുന്നത് ശ്രമകരമല്ല. ലക്ഷ്മണന്റെ വിജയത്തെ രാമനെ അത്യധികം സന്തോഷഭരിതനാക്കി. വിഭീഷണനെ പോലുള്ളവരോട് ലക്ഷ്മണനെ പോലെ ഒരു സഹോദരനെ കണ്ടെത്തുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണെന്ന് രാമൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. താൻ പൂർത്തീകരിച്ച ദൗത്യം ലക്ഷ്മണന്റെ സാന്നിധ്യം കൊണ്ടാണ് അപ്രകാരം ചെയ്യുവാൻ സാധിച്ചതെന്നും തനിക്ക് മാത്രമായി ചെയ്യുവാൻ കഴിയില്ലെന്നും അദ്ദേഹം സുഗ്രീവാദികളോടും പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ രാമായണത്തിലെ ലക്ഷ്മണന്റെ ഉദാഹരണം എടുക്കണം. സീതയ്ക്കും രാമനുമായുള്ള സേവനത്തിന്റെ എല്ലാ വർഷങ്ങളിലും അദ്ദേഹം അവരുടെ കാൽക്കൽ ഇരുന്നു. സീതയുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. സീതയെ രാവണൻ ചിത്രകൂട പർവ്വതത്തിനു മുകളിലൂടെ കൊണ്ടുപോകുമ്പോൾ ആളുകൾക്ക് അവരെ കണ്ടെത്താനും വാർത്ത രാമനെ അറിയിക്കുവാനും വേണ്ടി അവൾ അവളുടെ ആഭരണങ്ങൾ ഉപേക്ഷിച്ചു. രാമനും ലക്ഷ്മണനും സുഗ്രീവനുമായി സൗഹൃദത്തിലായപ്പോൾ തന്റെ അനുയായികൾ ശേഖരിച്ചു വെച്ച ആഭരണങ്ങൾ കൊണ്ടുവന്ന് രാമനെ കാണിച്ചു. ആ സമയം രാമൻ ലക്ഷ്മണനോട് ഈ ആഭരണങ്ങൾ തിരിച്ചറിയുമോ എന്ന് ചോദിക്കുന്നു. മറ്റു ആഭരണങ്ങൾ എനിക്ക് തിരിച്ചറിയുവാൻ കഴിയില്ലെങ്കിലും സീതയുടെ പാദങ്ങളിൽ ധരിച്ചിരുന്നവ തീർച്ചയായും തിരിച്ചറിയുവാൻ കഴിയുമെന്ന് ലക്ഷ്മണൻ പറഞ്ഞു. എങ്ങനെ തിരിച്ചറിയുവാനാവുമെന്ന് ചോദിച്ചപ്പോൾ നിത്യേന അവരുടെ പാദങ്ങളിൽ വന്ദിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായി നല്ല പരിചയമുണ്ട്. ലക്ഷ്മണൻ തന്റെ സഹോദരന്റെ ഭാര്യയെ സ്വന്തം അമ്മയെപ്പോലെ കരുതി അവരുടെ കാൽക്കൽ മാത്രം നോക്കി. അദ്ദേഹം സീതയുടെ മുഖത്തേക്ക് നോക്കിയിട്ടേയില്ല.
തന്റെ മുന്നിൽ മറ്റേതെങ്കിലും സ്ത്രീ വരുന്നത് ബോധ്യപ്പെട്ടാൽ ലക്ഷ്മണൻ എപ്പോഴും തല താഴ്ത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷ്മണൻ മാതൃകാപരമായ സ്വഭാവത്തിനുടമയാണ്. ഇന്നത്തെ യുവാക്കളുടെ ദൃഷ്ടിയും പ്രവണതകളും നമ്മൾ ബലം പ്രയോഗിച്ച് പിന്തിരിപ്പിച്ചാലും മനസ്സിന്റെ കലുഷിതാവസ്ഥ അവരെ പിന്തുടരും. നമ്മുടെ കാഴ്ചയെ നിയന്ത്രിക്കുക എന്നതാണ് ആദ്യത്തെ പ്രധാന സാധന. അത്ര പവിത്രമായ ചിന്തയും മനസ്സും ലക്ഷ്മണനുണ്ടായിരുന്നു. അദ്ദേഹത്തെ മാതൃകയാക്കുകയും അനുഗമിക്കുകയും ചെയ്താൽ നമ്മുടെ ഉയർച്ചയിൽ സംശയമില്ല. മറ്റൊരു ഉദാഹരണമുള്ളത്, ഒരു രാത്രിയിൽ രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്തതിനാൽ ഏറെ വൈകിയാണ് ലക്ഷ്മണൻ സ്വകൊട്ടാരത്തിലേക്ക് മടങ്ങിയത്. രാമന്റെ മാളികയിൽ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഉണ്ടായിരുന്നു. അബദ്ധവശാൽ ലക്ഷ്മണൻ രാമന്റെ അന്തഃപുരത്തിലേക്ക് നടന്നു. സീത ശയിക്കുന്നത് കണ്ടപ്പോൾ തന്റെ തെറ്റ് ഉണർന്നു. വേഗം പുറത്തേക്കോടി ഗുരു വസിഷ്ഠന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഈ തെറ്റിന് എന്താണ് പ്രതിവിധിയെന്നും പ്രായശ്ചിത്തമെന്നും അന്വേഷിക്കുന്നു. തന്റെ സഹോദരന്റെ പത്നി ഉറങ്ങുന്ന അറയിൽ പ്രവേശിക്കുന്നത് ഒരാൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപമായി കണക്കാക്കാൻ കഴിയുന്ന ശുദ്ധമായ മനസ്സായിരുന്നു ലക്ഷ്മണന്റേത്. അത്തരം ആദർശങ്ങൾ ഇക്കാലത്ത് അപൂർവ ഉദാഹരണങ്ങളായി പോലും കാണുവാൻ കഴിയില്ല. ലക്ഷ്മണനിൽ ദിവ്യത്വത്തിന്റെ ഒരു തീപ്പൊരി ഉണ്ടായിരുന്നെങ്കിലും അത് രാമന്റെ ദിവ്യ സാന്നിധ്യത്തിൽ മാത്രമേ പ്രകടമാകൂ. മറ്റെല്ലാ സന്ദർഭങ്ങളിലും തനിച്ചായിരുന്നപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെയായിരുന്നു. വാസ്തവത്തിൽ ഒരു സാധാരണക്കാരനേക്കാൾ ദുർബലൻ. ഉദാഹരണമായി, തീ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കല്ലുണ്ട്. ഇത്തരമൊരു കല്ല് വളരെ കാലം വെള്ളത്തിനടിയിൽ വെച്ചാലും അത്തരത്തിലുള്ള മറ്റൊരു കല്ലുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അതിൽ നിന്നും തീ ഉണ്ടാകും. അതുപോലെ ലക്ഷ്മണനിലും ഹനുമാനിലും ഉള്ള ദിവ്യശക്തി അവർ ഒരുമിച്ചുള്ളപ്പോഴോ കൂട്ടത്തിലിരിക്കുമ്പോഴോ മാത്രമേ പൂവണിഞ്ഞിട്ടുള്ളൂ. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.